ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഞാൻ ഒരു ചായ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ദോശ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കടിച്ച് കഴിക്കൂട്ടാം. അതെനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണ്ടേ. ദോശ ഞാൻ സാധാരണ 2 ദോശകളിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ഉണ്ടാക്കലാണ്. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, കാരണം ക്ലാസ്സില്ലാത്തൊരു ദിവസമായിരുന്നു. ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാടായി. എഡിറ്റ് ചെയ്യാൻ ബാക്കിയായിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കുറേ തിരക്കുകളെ കൊണ്ട്. അപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ട്. ഇത് സാധാരണ ഞങ്ങൾ ദോശയാണ് പറയണമെങ്കിലും പലരും ഇതിന് പല പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് ദോശ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിങ്ങനെ ഓരോ ദോശ എടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഈ ദോശക്കല്ലിൽ നിൽക്കുന്ന നല്ല ചൂടായിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് നല്ല പാൽ ചായൻ്റെ കൂടെ അങ്ങനെ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ല. അത് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ അത്രയും നല്ലതാണ്. പക്ഷേ ഈ കല്ലിലൊക്കെ ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം പിന്നെ ബാക്കിയുള്ളതൊക്കെ കരിയാനായിട്ട് നോക്കും. അപ്പോൾ ക്രിസ്പി ആക്കണമൊന്നുമില്ല, പക്ഷെ ആ ചൂടോടെ തന്നെ തിന്നാൻ പറ്റുമല്ലോ. അത് പ്രഗ്നൻസി ടൈമിൽ കിട്ടിയിട്ടുള്ളൊരു ഹാബിറ്റാണ്. ശരിക്കും അത് നല്ലതൊന്നുമല്ല, കാരണം ഇങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടെന്നൊന്നും ഒരു കണക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലതൊന്നുമല്ല. പക്ഷെ എന്നുമില്ല, ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ ചായ എടുത്ത സമയത്ത് കുട്ടിക്കും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ കുട്ടിക്ക് ഇങ്ങനെ പാൽ ചായ ഒന്നും കൊടുക്കലില്ല കേട്ടോ. ചെറിയ മക്കൾക്ക് പാൽ ചായ കൊടുക്കുന്നത് നല്ലതൊന്നുമല്ല. നല്ലതല്ലാന്ന് മാത്രമല്ല, തീരെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതും എനിക്കറിയാം. പാൽ ചായ നല്ല, കട്ടൻ ചായ ആയാലും എന്ത് ചായ ആയാലും കൊടുക്കണമെന്ന് നല്ലതല്ല. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് ഈ ദോശ ഒന്ന് മുക്കിയിട്ടൊന്ന് കൊടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ ചായൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ എൻ്റെ കുട്ടിക്കും അത് ഇഷ്ടമാണെങ്കിലോ എന്ന് കരുതിയിട്ട് മാത്രം കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് മോനെ ഈ സെർലാക്ക്, രാഗിപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തിന്നുന്ന എന്തെങ്കിലും ഐറ്റം തന്നെ കൊടുക്കണം വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്ത് നോക്കുന്നത്. പക്ഷെ അതും വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. 1-2 കഷ്ണം ചെറുതായിട്ടൊക്കെ കൊടുത്തപ്പോൾ തിന്നിട്ട് പിന്നെ വേണ്ടാന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സെർലാക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പക്ഷേ സെർലാക്ക് ഇപ്പോൾ അവന് ഇഷ്ടമല്ല. ഈ 8 മാസം ആയതുകൊണ്ട് തന്നെ ഈ സെർലാക്കിൽ കുറച്ച് തരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന് വലിയ ഇഷ്ടമല്ല. എന്നാലും ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ്. നമുക്ക് നമ്മളെ മക്കൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ വണ്ടി കാണിച്ചു കൊടുത്തിട്ടും നല്ല സന്തോഷിച്ചിട്ടൊക്കെ ആയിട്ട് കൊടുക്കാൻ വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലേ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറേ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് മറിഞ്ഞു പോവല്ലാതെ വായിലൊന്നും ആവില്ല വിചാരിച്ച് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ 8 മാസമായിട്ടില്ല, അതുകൊണ്ട് ഇത്രയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് കുട്ടീനെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് കുട്ടീനെ വർക്ക് ചെയ്യുന്ന ശേഷമാണ് പിന്നെ ഈ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോറൊന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. ഇനി അത് ഊറ്റിയെടുക്കുകയാണ്. ചിലയിടത്തൊന്നും ഈ ചോറ് ഊറ്റിയെടുക്കുന്ന പരിപാടി ഇല്ല അല്ലേ. നേരിട്ട് ആ ചോറ്റിൻ്റെ കലം തന്നെ ചെരിച്ച് വെച്ച് അതിൽ വെള്ളം വാർത്തെടുക്കലല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചോറ് ഊറ്റിയെടുക്കുക. അതിലെ കൊഴുപ്പൊക്കെ കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആയാലും ഷുഗറിനൊക്കെ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. നോമ്പിനൊന്നും ഞാൻ വല്ലാതൊന്നും ചോറ് ഉണ്ടാക്കലില്ലായിരുന്നു, കാരണം മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ചോറുണ്ടാക്കി കൊടുത്താലും തന്നെ അവർക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ വല്ല തേങ്ങരച്ച കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. എന്നാലേ ഈ ചോറൊക്കെ ഇവിടുന്ന് കുട്ടികളെ കഴിച്ച് കിട്ടുള്ളൂ. ഞാൻ ഈ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതുന്നത് മീൻ കൊണ്ടാണ് കേട്ടോ. 4 അയില കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മീനിനൊക്കെ എന്താ വില അല്ലേ. ഇത് വാങ്ങിക്കുമ്പോൾ കിലോക്ക് 330 കേട്ടോ. 150 രൂപക്ക് വാങ്ങിയിട്ടുള്ള മീനാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ കറിക്കുള്ളതും അതുപോലെ ഫ്രൈ ആക്കാനുള്ളതും മാറ്റി കൊടുക്കുകയാണ്. ആദ്യം കറിക്കുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഇതിലേക്ക് തന്നെ മസാല ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറിക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അയിലേൻ്റെ തലയും വാലും കൂടെ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. കറിയിലുള്ള കഷ്ണങ്ങളൊന്നും വല്ലാതെ ആരും കഴിക്കില്ല. അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇനി മാറ്റി വെച്ചതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഞാനിതിൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത്. ഈ വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പുളി തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ കറിക്ക് വേണ്ടിയിട്ട് അവിടെ കുതിർക്കാനിട്ടാണ്, പക്ഷേ ഇന്ന് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതിനും പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ വെളുത്തുള്ളി ചതക്കി ഇട്ട് കൊടുത്താൽ അത് മീനൊക്കെ പൊരിച്ചത് കഴിക്കണതുകൊണ്ടുള്ള ഗ്യാസുള്ളവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തേനൊക്കെ ഗുണമാണ്. അതുപോലെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. എനിക്കത് വെളുത്തുള്ളി തൊലിച്ചിരിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിരുന്നു. അതുപോലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാലും തലയൊക്കെ മാറ്റി വെച്ചിരുന്നല്ലോ, അതൊരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തൊരു 3 തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിക്ക് മസാലയൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ വാട്ടി എടുക്കണമൊന്നുമില്ല. തേങ്ങ കറിയാകുമ്പോൾ അങ്ങനെ ഒരു എളുപ്പമുണ്ട്.
തേങ്ങ ഒന്ന് അരച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതൊന്നും നമ്മൾ വയറ്റിക്കാണ്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 3 തക്കാളി, പച്ചമുളക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇനി മസാല ഞാൻ പൊരിക്കാട്ടിയില്ല. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടീൻ്റെ അളവ് കുറച്ച് കുറക്കണം, അല്ലെങ്കിൽ അതിൽ വേറൊരു ടേസ്റ്റ് വരും. അതെന്ന് വെച്ചിട്ട് തീരെ ഇല്ലാതെ പറ്റൂല കേട്ടോ, കുറച്ചൊക്കെ ഇടണം. അപ്പോൾ അളവുകളൊക്കെ സാധാരണ ഉണ്ടാക്കുന്നവർക്ക് അറിയുണ്ടാവും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോലാണെങ്കിൽ മുളക് പൊടിൻ്റെ അത്ര തന്നെ ഇടരുത്, മല്ലിപ്പൊടി എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞാൻ മീൻ മുറിക്കുന്നതിന് മുന്നായിട്ട് തന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഞാൻ പുളി പിഴിഞ്ഞെടുത്ത് ഒഴിച്ച് കൊടുക്കണം. ഒരു 3 തവണ ആയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുഴുവൻ സത്വമായി കാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഓർമ്മയായ സമയത്ത് ഞാനൊന്ന് മൂടി തുറന്നിട്ട് കൊടുക്കുകയാണ്. അത് വേവാനൊന്നും ആയിട്ടില്ല, തിളച്ചിട്ടേ ഇല്ല. മൺചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കറി അവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനൊരു അരമുറി തേങ്ങയും അതിലേക്ക് ഒരു 2 ചീരുള്ളിയും അതുപോലെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, വലിയ ജീരകം എന്നൊക്കെ പറഞ്ഞാൽ അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയിൽ മീൻ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചത്. പിന്നെ ഈ തേങ്ങയും കൂടെ ഞാൻ അരച്ചത് ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതുകൊണ്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം മിക്സാക്കി ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇത് ആവശ്യത്തിനുള്ള തിക്നെസ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ ഒഴിച്ചിട്ടില്ല, കറിയിൽ നിന്ന് തന്നെ കുറച്ച് മിക്സിൻ്റെ ജാറിലാക്കിയിട്ട് അതിലുള്ള എല്ലാ തേങ്ങയും ഇതിൽ തന്നെ ഉണ്ട് ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. വയറ്റി എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിങ്ങനെ വേറെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ വറവിട്ടെടുക്കുകയാണ്, കാരണം ഞാൻ അതിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മീൻ പൊരിക്കണ ആ പാനിൽ തന്നെ ഞാൻ ആദ്യം കറിക്ക് വേണ്ടിയിട്ടുള്ള വറവിടുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയാണ് അത് ചൂടാക്കിയത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ആ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം. നോമ്പും പെരുന്നാളൊക്കെ ആയപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോ ഇടലൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ചെറിയ മക്കളും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും കൂടെ ഒന്നും സമയം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആയതാണ്. അല്ലാതെ ഞാൻ യൂട്യൂബ് ചാനലൊന്നും ഉദ്ദേശിച്ച് പോയിട്ടില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇനിയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കറിക്കൊരു ടേസ്റ്റും അതുപോലെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല സൂപ്പർ അടിപൊളി കറിയാണ് ഇത്. ദോശയ്ക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ദോശ ഉണ്ടല്ലോ രാവിലത്തേക്ക്, ആ ദോശയ്ക്കും നല്ല രസമാണ്, അതുപോലെ ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ പേര് കഴുകാനൊന്നും നിൽക്കാതെ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ മസാല വെച്ച് മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കാണ്. അപ്പോൾ ഇന്ന് ചോറിന് ഞാൻ കണ്ടുള്ളത് ഈ കറിയും അതുപോലെ മീൻ പൊരിച്ചതും പപ്പടവും കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മുനിസിപ്പാലിറ്റി പോകാനും അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ വേറെ ഉണ്ടാക്കാൻ പറ്റുക വെച്ചാൽ അത് ഉണ്ടാക്കി പോലെയല്ല. ഇന്ന് ഉപ്പേരി അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് ഒന്നും വേറെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മീനൊന്ന് ഇട്ടെടുത്തൊന്ന് ഫ്രൈ ആക്കി ഇരിക്കട്ടെ കേട്ടോ. ഫിഷ് മസാലയൊക്കെ വീട്ടിൽ ഉള്ളവർക്ക് മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടെടുക്കും, അത്രേ ഉള്ളായിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം ഒന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടില്ല. മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അതുപോലെ ഇതിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ചെറിയ കുട്ടികളോട് ഇപ്പോൾ ആ പരിപാടികളൊന്നും അല്ലാതെ നടക്കുന്നില്ല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ വെളുത്തുള്ളി തൊലിച്ചിട്ട് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യം ചെയ്തിരുന്നു. പക്ഷെ അതിനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ മീനിൻ്റെ 2 വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചെരിച്ചിട്ട് കൊടുക്കും കേട്ടോ. ഈ എണ്ണയിൽ തട്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡൊക്കെ ചെരിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നല്ല പോലെ ക്രിസ്പി ആക്കി എടുക്കും. ചിലർക്കൊന്നും മീൻ വല്ലാതെ വേവണത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. പക്ഷെ എനിക്ക് എല്ലാ ഭാഗത്തും നല്ല പോലെ ക്രിസ്പി ആവണമെന്ന് എനിക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫാക്കി ഇട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി അടുത്തതായിട്ട് കണ്ടിട്ടുള്ളത് പപ്പടം പൊരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി ഒന്ന് പപ്പടം പൊരിക്കുന്നത്. പപ്പടത്തിൻ്റെ എണ്ണ ചെറുതായിട്ടൊക്കെ ഒന്ന് കറുത്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ എണ്ണ തന്നെയാണ്. ഒരുപാട് പ്രാവശ്യമൊന്നും ഞാൻ ആ എണ്ണ യൂസ് ചെയ്യലില്ല കേട്ടോ. 2 ദിവസം യൂസ് ചെയ്യും. ഈ പപ്പടത്തിൻ്റെ മേലെ ആ ഉഴുന്നിൻ്റെ പൊടി കൂടുതലായിട്ടുള്ള പപ്പടമാണെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം തന്നെ പൊരിച്ചാൽ മതിയാവും, ഇതുപോലെ കളർ വരും കേട്ടോ. അപ്പോൾ ഇന്നലെ പൊരിച്ചതായപ്പോൾ ഇന്നും കൂടെ ഒന്ന് പൊരിച്ച്
അതിൻ്റെ ശേഷം ഞാൻ ഈ എണ്ണ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പപ്പടം എല്ലാം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള പരിപാടി ആയിട്ടുണ്ട്. ഈ പപ്പടം കൂടെ റെഡിയാക്കി എടുത്താൽ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത് പപ്പടം വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ എണ്ണ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്താ ചോറ്, നല്ല ചൂടുള്ള ചോറും അതുപോലെ മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയും അതിൽ തന്നെ പൊരിച്ചിട്ടുള്ളതും പിന്നെ പപ്പടം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.